നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച 0.58 ഗ്രാം MDMA-യുമായി ഒരാൾ അറസ്റ്റിൽ. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയായ വടപുറം സ്വദേശി പിലാത്തോടൻ അർഷാദിനെയാണ് നിലമ്പൂർ SI അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ നഗരസഭയിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചന്ത. യുവതലമുറയെ തകർക്കുന്ന ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള യൂത്ത് ഫ്രണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DYSPക്ക് നിവേദനം നൽകി. ഭരണരംഗത്ത് മലയാളത്തിന്റെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച ജില്ലാതല ഏകോപന സമിതി യോഗം ADM PO സാദിഖിന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഹാർഡ്വെയർ സ്ഥാപനങ്ങളിലും OLX വഴിയും ചെക്ക് നൽകി തട്ടിപ്പ്. നിരവധി കേസുകളിലെ പ്രതി പിടിയിൽ. കൊല്ലം മടത്തറ സ്വദേശി അഖിലിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ തൂഫാൻ വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച 0.58 ഗ്രാം MDMA-യുമായി ഒരാൾ അറസ്റ്റിൽ. നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയായ വടപുറം സ്വദേശി പിലാത്തോടൻ അർഷാദിനെയാണ് നിലമ്പൂർ SI CP ജാബിർ അറസ്റ്റ് ചെയ്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് മമ്പാട് പുളിക്കലൊടിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. 1000 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി MDMA വിൽപ്പന നടത്തിയിരുന്നത്. മുൻപ് നിരവധി MDMA കേസുകളിൽ ഉൾപ്പെട്ട ആളാണ്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. CPOമാരായ വിവേക്, CV, ഷൌക്കത്ത്, അജിത് എന്നിവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നിലമ്പൂർ നഗരസഭയിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ചന്ത. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. വീട്ടമ്മ തീർച്ചയായും ഇത് നന്നായി പരിപാലിക്കുമെന്ന ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ തിരുവാതിരയ്ക്ക് നട്ടാൽ അത് നല്ലപോലെ കായ്ക്കും എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും അത് ഉണ്ടാവട്ടെ. ഒരുപാട് വീട്ടമ്മമാർക്ക് ഇത് പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മുസ്തഫ കളത്തുംപടിക്കൽ, സ്മിത മോൾ, സുരേഷ് പാത്തിപ്പാറ, മേരി ശ്രീബു, കൌൺസിലർമാർ, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. യുവതലമുറയെ തകർക്കുന്ന ലഹരി മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള യൂത്ത് ഫ്രണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DYSPക്ക് നിവേദനം നൽകി. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തൂഫാൻ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു നിവേദന സമർപ്പണം. സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റവും ഉപയോഗവും ഭീതിജനകമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണെന്ന് യൂത്ത് ഫ്രണ്ട് ചൂണ്ടിക്കാട്ടി. നിലമ്പൂർ മേഖലയിൽ ലഹരി വിപണനവും ഉപയോഗവും തടയുന്നതിനും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി ക്രമസമാധാന പാലനം കൂടുതൽ ശക്തമാക്കുന്നതിനും പോലീസിന്റെ ഭാഗത്തു നിന്നും അടിയന്തരവും കർശനവുമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. യുവജന വിരുദ്ധ നയങ്ങൾക്കെതിരെയും ലഹരി മാഫിയക്കെതിരെയും ആഭ്യന്തര വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ അനിവാര്യമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കേരള യൂത്ത് ഫ്രണ്ട് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബാബു പൊടിയാടന്റെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത്. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി സമീർ പുളിക്കൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് നുസൈർ തേഞ്ഞിപ്പലം, അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് അസ്ഹറുദ്ദീൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യായമായ ഈ ആവശ്യങ്ങളിൽ അനുകൂലമായ നിലപാടും കൃത്യമായ നടപടികളും ഉണ്ടാകുമെന്ന് DYSP ഉറപ്പു നൽകിയതായി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ഭരണരംഗത്ത് മലയാളത്തിന്റെ ഉപയോഗം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച ജില്ലാതല ഏകോപന സമിതി യോഗം ADM PO സാദിഖിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ഭരണനിർവഹണത്തിൽ വിവിധ വകുപ്പുകളുടെ ഔദ്യോഗിക ഭാഷാ ഉപയോഗം യോഗം വിലയിരുത്തി. രജിസ്റ്റർ രേഖകൾ, ബോർഡുകൾ,
മുദ്രകൾ എന്നിവ മലയാളത്തിലാക്കുക, ലിപി പരിഷ്കരണ നിർദ്ദേശപ്രകാരമുള്ള ഫോണ്ടുകൾ തുടങ്ങിയവ ഉപയോഗിക്കുക, ഓഫീസ് നടപടിക്രമങ്ങൾ പൂർണ്ണമായും മലയാളത്തിലാക്കുക തുടങ്ങിയ സർക്കാർ നിർദ്ദേശം പൂർണ്ണമായും പാലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. യോഗത്തിൽ സെക്രട്ടേറിയറ്റിലെ ഔദ്യോഗിക ഭാഷാ വകുപ്പ് സെക്ഷൻ ഓഫീസർ എസ് ശോഭാറാണി ഓൺലൈനായി പങ്കെടുത്തു. ഔദ്യോഗിക ഭാഷാ ഏകോപന സമിതി അംഗം ബഷീർ രണ്ടത്താണി, വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം പുതിയ പ്രതിനിധികളെ ഉൾപ്പെടുത്തി ജില്ലാതല ഔദ്യോഗിക ഭാഷാ ഏകോപന സമിതി പുനഃസംഘടിപ്പിച്ചിട്ടുണ്ട്. വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സമിതിയിൽ അംഗമാണ്. ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയിൽ ഡെപ്യൂട്ടി കളക്ടറാണ് കൺവീനർ. ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളായ പൊന്മുണ്ടം ഡിവിഷൻ മെമ്പർ മുഹമ്മദ് ബഷീർ, മംഗലം ഡിവിഷൻ മെമ്പർ ആരതി പ്രദീപ് എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക ഭാഷാ വകുപ്പ് പ്രതിനിധി, വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഔദ്യോഗിക ഭാഷാ സമിതി അധ്യക്ഷന്മാർ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ. തുടർന്നുള്ള ഔദ്യോഗിക ഭാഷാ ഏകോപന സമിതി യോഗങ്ങൾ മന്ത്രിയുടെയും മറ്റ് പ്രതിനിധികളുടെയും നിരീക്ഷണത്തിലായിരിക്കും ചേരുക. ഹാർഡ്വെയർ സ്ഥാപനങ്ങളിലും OLX വഴിയും ചെക്ക് നൽകി തട്ടിപ്പ്. നിരവധി കേസുകളിലെ പ്രതി പിടിയിൽ. കൊല്ലം മടത്തറ സ്വദേശി അഖിലിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. പൊന്നാനി ചമ്രവട്ടം ജംഗ്ഷനിൽ സിൽസില ഹാർഡ്വെയർ ഷോപ്പിലെത്തി സൈറ്റ് എഞ്ചിനീയർ ആണെന്ന് പരിചയപ്പെടുത്തി വിളിയങ്കോട് സ്കൂളിന്റെ വർക്ക് നടക്കുന്ന സൈറ്റിലേക്ക് വാട്ടർ പ്രൂഫ് പെയിന്റ് വേണമെന്ന് വിശ്വസിപ്പിച്ച ശേഷം പണത്തിന് പകരം ചെക്ക് നൽകി വഞ്ചന നടത്തി കടന്നു കളഞ്ഞ പ്രതി വിളിയങ്കോട് മറ്റൊരു പെയിന്റ് കടയിൽ തട്ടിപ്പ് നടത്തിയ പെയിന്റുകൾ വിൽക്കാനെത്തിയ സമയം കടയുടമ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പിടികൂടുകയായിരുന്നു. OLX വഴി ഇടപാടുകാരിൽ നിന്നും മൊബൈൽ ഫോണും വാഹനങ്ങളും വാങ്ങി പണമില്ലാത്ത അക്കൗണ്ടിന്റെ ചെക്ക് നൽകി വഞ്ചന നടത്തി ശേഷം ഇങ്ങനെ കൈക്കലാക്കുന്ന വാഹനങ്ങളിൽ ഹാർഡ്വെയർ ഫർണിച്ചർ ഷോപ്പുകളിൽ വിസ്താര കമ്പനി മാനേജറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സാധനങ്ങൾ വാങ്ങിയ ശേഷം കർണാടക ബാങ്കിന്റെ വിസ്താര കമ്പനിയുടെ പേരിലുള്ള ചെക്ക് നൽകി ഉടമകളെ കബളിപ്പിച്ച ശേഷം കടന്നു കളയുന്നതാണ് ഇയാളുടെ രീതി. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിരവധി ഷോപ്പുകളിൽ ഇയാൾ സമാനമായ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ പ്രവർത്തിക്കാത്ത വിസ്താര എന്ന സ്ഥാപനത്തിന്റെ പേരിൽ കാർഡുകൾ അടിച്ച് അത് നൽകിയാണ് തട്ടിപ്പ്. തൃശൂർ സിറ്റി സെന്ററിൽ ഇയാൾ ഓഫീസ് എന്ന പേരിൽ റൂം എടുത്ത് ഇയാൾ വിസ്താര കമ്പനിയാണെന്നും താൻ MD ആണെന്നും പറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഗുരുവായൂരിൽ ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് വലിയ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേന ഇയാൾ താമസിച്ചു വന്നാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. ഇയാൾക്ക് സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിലായി കടകളിലെത്തി സിമന്റ്, മറ്റ് കെട്ടിട നിർമ്മാണ വസ്തുക്കൾ എന്നിവ വാങ്ങി പണം നൽകാതെ തട്ടിപ്പ് നടത്തിയ കേസുകളും പണം നൽകാതെ കബളിപ്പിച്ച ചെക്ക് കേസുകളുമുണ്ട്. പൊന്നാനി ഇൻസ്പെക്ടർ സതീഷ് കുമാർ, SI വിനോദ് TM, ASI വർഗീസ്, നൌഷാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ S, സിവിൽ പോലീസ് ഓഫീസർമാരായ ശ്രീരാജ്, ഗോവിന്ദ് എന്നിവർ അടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തി വരുന്നത്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് വഴിക്കടവ് ആലപ്പോയിൽ അങ്കണവാടിക്ക് നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എരഞ്ഞിയൽ മുജീബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലത്തീഫ് മണിമൂലി, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു വേലായുധൻ, ICDS സൂപ്പർവൈസർ അന്നമ്മ ചാക്കോ, വരിക്കോടൻ റഷീദ്, പുലിയോടൻ ജാഫർ, ആലങ്ങാടൻ ഹനീഫ, ചെമ്പൻ ചെറി, അമാനത്ത് ഇസ്മായിൽ, താമരശ്ശേരി സുകുമാരൻ, പുളിയക്കോടൻ ബഷീർ, അച്ചിപ്ര മുഹമ്മദ് കുട്ടി, അംഗനവാടി അധ്യാപകരായ ആയിഷ, ആമിന എന്നിവർ സംസാരിച്ചു. 18 അംഗനവാടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കുവാനാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രഥമ ചിൽഡ്രൻസ് പാർക്കാണ് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്തത്. നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ വിവിധ പരിപാടികളോടെ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. SPC, NCC, JRC വിദ്യാർത്ഥികൾ പങ്കെടുത്ത ലഹരി വിരുദ്ധ ബോധവൽക്കരണ ജാഥ, പോസ്റ്റർ നിർമ്മാണ മത്സരം, റീൽ നിർമ്മാണ മത്സരം എന്നിവ നടന്നു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ റസീന നിർവഹിച്ചു. ഒരു കുട്ടിയാണെന്ന് പറഞ്ഞ നിസ്സാരമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം തെളിയിക്കാൻ കഴിയും. നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാനും അതിൻ്റെ വിപത്തുകൾ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള ബോധ്യം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ലഹരി വിമുക്ത നാട്
നമ്മുടെ രാജ്യം തന്നെ ആയി മാറട്ടെ. അതിനെല്ലാ കുട്ടികളും നമ്മളും എല്ലാവരും ഇതിൽ ഭാഗവാക്കാകട്ടെ. SMC ചെയർമാൻ കോയ കടവത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ബിജു KT മുഖ്യ സന്ദേശം നൽകി. നിലമ്പൂർ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സുഭാഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സുരേഷ് കണിയാമ്പറമ്പിൽ, വിമുക്തി കോർഡിനേറ്റർ സൽമാൻ, സാദിഖ്, മഞ്ജു, ശ്രീകുമാർ, അനു, സുധ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൂഫാൻ പരിപാടിയുടെ ഭാഗമായി കളിയാണ് ലഹരി എന്ന സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഫുട്ബോൾ മത്സരവും അരങ്ങേറി. വീട്ടിക്കുത്ത് സാംസ്കാരിക നിലയത്തിൽ പ്രതിവാര പരിപാടിയായ കാവ്യസന്ധ്യയ്ക്ക് തുടക്കമായി. നവീകരിച്ച സാംസ്കാരിക നിലയ ഹാളിൽ നടന്ന ചടങ്ങ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. MT നിലമ്പൂർ അധ്യക്ഷത വഹിച്ചു. മുരുകൻ, P പ്രദീപ്, P രാജീവ്, P ഗോവർദ്ധനൻ, P ഗോപാലകൃഷ്ണൻ, വാസുദേവൻ എന്നിവർ സംസാരിച്ചു. 20 പേർ ഗാനങ്ങളും കവിതകളും അവതരിപ്പിച്ചു. കോൺഫെഡറേഷൻ ഓഫ് കേരള കോളേജ് ടീച്ചേഴ്സിന്റെ 2026-27 വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഡോക്ടർ അബ്ദുൽ ലത്തീഫിന് മെമ്പർഷിപ്പ് നൽകി നിർവഹിച്ചു. പുതുയുഗ സൃഷ്ടിക്ക് അധ്യാപക ശക്തി എന്നതാണ് ക്യാമ്പയിൻ മുദ്രാവാക്യം. മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാ മെമ്പർഷിപ്പ് കാരവൻ, യൂണിറ്റ് സംഗമങ്ങൾ, ഏരിയ മീറ്റിംഗുകൾ തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. CKCT സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ സൈനുൽ ആബിദ് കോട്ട, സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അൻവർ ഷാഫി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഖയ്യൂം, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര, ജനറൽ സെക്രട്ടറി ഡോക്ടർ ഷിഹാബുദ്ദീൻ, ട്രഷറർ TK ഫൈസൽ, സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ സലാം കണ്ണിയൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ K മുഹമ്മദ് റിയാസ്, ജില്ലാ സമിതി ഭാരവാഹികളായ ഡോക്ടർ T അബ്ദുൽ കരീം, ഡോക്ടർ KT ഫിറോസ്, ഡോക്ടർ അബ്ദുൽ ഹമീദ്, ഡോക്ടർ അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ നഹാസ് ഷാ, ഡോക്ടർ ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്പൂരിപ്പൊട്ടി ചേതന സാംസ്കാരിക കേന്ദ്രത്തിന്റെ കീഴിലുള്ള ചേതന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ വാരാചരണം സംഘടിപ്പിച്ചു. വായനശാല പരിസരത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം കോണമുണ്ട GLPS പ്രധാനാധ്യാപകൻ പ്രമോദ് കുമാർ NN ഉദ്ഘാടനം ചെയ്തു. വായനശാല സെക്രട്ടറി വിനീതയുടെ നേതൃത്വത്തിൽ നമ്പൂരിപ്പൊട്ടി അങ്ങാടിയിൽ നടത്തിയ വിദ്യാർത്ഥികളുടെ വിളംബര ജാഥയുടെ തുടക്കം കുറിച്ച വാരാചരണം ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന വിവിധ പരിപാടികൾക്ക് ശേഷം പൊതുസമ്മേളനത്തോടെ സമാപിച്ചു. വായന എന്നത് നിർണിത സമയത്ത് സമാപിക്കേണ്ടതല്ലെന്നും ജീവിതത്തിലുടനീളം നിലനിർത്തേണ്ട ജീവിതചര്യയാണെന്നും അദ്ദേഹം ഉണർത്തി. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ലഹരിക്കെതിരെ ബോധവൽക്കരണ സെഷനിൽ നിലമ്പൂർ ജനമൈത്രി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ദിനേശ് PS സംസാരിച്ചു. വാരാചരണത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പോസ്റ്റർ രചന, ക്വിസ് മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ എന്നിവ വിതരണം ചെയ്തു. K മുജീബ് റഹ്മാൻ, KT പ്രസാദ്, ബാലചന്ദ്രൻ, O അബ്ദുറഹ്മാൻ മൗലവി, P അബ്ദുൾ റസാഖ് എന്നിവർ ആശംസ അർപ്പിച്ച യോഗത്തിൽ വായനശാല ജോയിന്റ് സെക്രട്ടറി V സുഭാഷ് കബീർ സ്വാഗതം പറഞ്ഞു. ചേതന വായനശാല പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി എലമ്പിലാക്കോട് അധ്യക്ഷത വഹിച്ചു. ചേതന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള ഫിലിം ഷോയോടെ യോഗം സമാപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.